മൂന്നാർ കല്ലാറിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപമാണ് ആക്രമണം ഉണ്ടായത്. 2 ആനകളാണ് ആക്രമണം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ജെയിൻ രാജു ചേരുന്നു. ജെയിൻ, ഇത് എപ്പോഴാണ് സംഭവം നടന്നത്? പതിവായി ആനകൾ ഈ മാലിന്യ പ്ലാന്റിന്റെ പരിസരത്ത് എത്തുന്നതായി നേരത്തെ നമുക്ക് വാർത്തകൾ ഉണ്ട്. ഇപ്പോഴും ആ പരിസരത്തൊക്കെ തന്നെ ഈ ആന നിലയുറപ്പിച്ചിട്ടുണ്ടോ? മോത്തി, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായി ആനകൾ തമ്പടിക്കുന്ന ഒരു മേഖലയായി കല്ലാറിലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ പ്ലാന്റ് മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ മാലിന്യ പ്ലാന്റിലെ ജോലിക്ക് വേണ്ടി പോയ തൊഴിലാളികൾക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 2 കാട്ടാനകളാണ് ആക്രമണം നടത്തിയത്. 2ഉം ഒറ്റക്കൊമ്പന്മാരാണ്. 2 ആനകൾക്കിടയിൽ ഈ തൊഴിലാളികൾ പെട്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇതിലൊരാന ഇവരെ ആക്രമിക്കുകയായിരുന്നു. 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. വള്ളിയമ്മ എന്ന് പറയുന്ന MG കോളനിയിലെ ഒരു തൊഴിലാളിക്കും അതോടൊപ്പം തന്നെ ശേഖർ എന്ന് പറയുന്ന മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ വള്ളിയമ്മയുടെ കാലിൽ ആനയുടെ കുത്തേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ശേഖറിന് വീണും കാലിനുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. മറ്റ് 2 പേർ കൂടി ഈ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഈ വള്ളിയമ്മയുടെ പരിക്ക് മാത്രമാണ് അല്പം ഗുരുതരമായിട്ടുള്ളത്. അവരെ കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർ ഇപ്പോഴും മൂന്നാറിലെ ടാറ്റ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ ഈ മേഖലയിൽ തുടർച്ചയായി കാട്ടാനകളുടെ ആക്രമണം ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇപ്പോൾ മൂന്നാറിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയാണ്. ശരി ജെയിൻ.